മമ്മൂക്കാന്റെ കൂടെ ഞാൻ അഭിനയിച്ചു. അപ്പൊ അടുത്ത താരം, അടുത്ത രാജാവ് ലാലേട്ടനോട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനത്തെ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാറില്ല, കാരണം ഞാൻ ആ ടൈപ്പ് അല്ല. ഞാൻ അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും മാറ്റണമെന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഡയറ്റ് ചെയ്ത് മെലിയാൻ പോവാണെന്നൊക്കെ, പക്ഷെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരുന്നു, നമുക്ക് സൗന്ദര്യം ഉണ്ടാവില്ലേ. മോഡേൺ വേർഷൻ എപ്പോഴാണ് പറഞ്ഞത്? അങ്ങനെ ഒരു വെർഷൻ ഉണ്ടാവോ? എനിക്ക് ചേരുകയാണെങ്കിൽ അത് ഉണ്ടാവും. സിതാര, വെൽക്കം ടു ഇന്ത്യ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, അടിപൊളിയായിട്ട് പോണു. 5 പടം ഒരു വർഷം, പൊളിയല്ലേ? പൊളിയാണ്. അതിലൊന്ന് മമ്മൂക്ക പടം. അതെ, എന്ത് വേണം? ഒന്നല്ല, ശരിക്കും കഴിഞ്ഞ വർഷം 2 മമ്മൂക്കാന്റെ കൂടെ ഞാൻ സിനിമകൾ അഭിനയിച്ചു. ക്യാപ്റ്റനിൽ മമ്മൂക്ക ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു, പിന്നെ കുട്ടനാടൻ ബ്ലോഗ്. ഒരുപാട് സന്തോഷമുണ്ട്. 2018 കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർക്കാൻ ഒരുപാട് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ് എനിക്കുള്ളത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വർഷത്തിന് തുടക്കം തന്നെ മമ്മൂക്കയുടെ കൂടെയായിരുന്നു. മമ്മൂക്കാൻ്റെ കൂടെ 2 സിനിമകൾ ചെയ്തു. ക്യാപ്റ്റൻ എന്ന സിനിമയാണ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇറങ്ങിയ റിലീസ്. അപ്പോൾ അതിന് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അപ്പം ലാസ്റ്റിലേക്ക് നോക്കിയപ്പോഴും കുപ്രസിദ്ധ പയ്യനായാലും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യാനും ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ച വർഷമാണ് എനിക്ക് 2018. നമ്മൾ ലാസ്റ്റ് ഇന്റർവ്യൂല് നമ്മൾ സംസാരിച്ച മമ്മൂക്കയുടെ കൂടെ ഒരു ഫോട്ടോയുടെ കാര്യമായിരുന്നു. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ സിനിമ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയൊക്കെ ചെയ്യാൻ ഇഷ്ടമാന്നൊക്കെ. എനിക്കൊന്ന് ഫസ്റ്റ് ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം ലാലേട്ടനെ ആയിരിക്കും, ഒരു പക്ഷേ ആവാം. ഇനി അഭിനയിക്കാൻ ആഗ്രഹമുള്ള, കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു ആക്ടർ? എനിക്ക് എല്ലാവരും കൂടി അഭിനയിക്കണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്നുള്ള എല്ലാവരും കൂടി നടക്കുമെന്നൊന്നും അറിയില്ല, എന്റെ ആഗ്രഹം പറയാലോ. എന്നാലും നെക്സ്റ്റ് ഇങ്ങനെ കിട്ടിയാ കൊള്ളാം, കൂടെ അഭിനയിച്ചാൽ കൊള്ളാം തോന്നുന്നു. മമ്മൂക്കാന്റെ കൂടെ ഞാൻ അഭിനയിച്ചു. അപ്പൊ അടുത്ത താരം, അടുത്ത രാജാവ് ലാലേട്ടനോട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. സൂപ്പർ. എന്തായാലും കാരണം ഇവർ രണ്ടുപേരാണ് നമ്മളെ മലയാള സിനിമയുടെ നെടുന്തൂണ് എന്നൊക്കെ പറയാം. അപ്പൊ ഒരാളുടെ കൂടെ ഞാൻ അഭിനയിച്ചല്ലോ, അപ്പൊ എനിക്ക് എന്തായാലും ഇനിയിപ്പോ ലാലേട്ടന്റെ കൂടെ ഇവിടെ ഒരു ചാൻസ് കിട്ടി ഞാൻ മിസ് ചെയ്യില്ല. 2019 അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു. എന്താണ് നീയും ഞാനും? നീയും ഞാനും ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. നീയും ഞാനും 2 പേര് അല്ല 3 പേരുണ്ട് സിനിമയിൽ. നീയും ഞാനെന്ന് കേൾക്കുമ്പോൾ നമ്മൾ 2 പേരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സിനിമയാണെന്ന് തോന്നുന്നു. അല്ല, ഇപ്പൊ ട്രെയിലർ കണ്ടെത്തന്നെ അറിയാം. ഞങ്ങൾ 3 പേരുണ്ട്. ഞാൻ, ഷറഫ്ക, സിജി ചേട്ടൻ. ഞങ്ങൾ റിലേറ്റ് ചെയ്ത് പോണ ഒരു സ്റ്റോറിയാണ് നീയും ഞാനിൻ്റെത്. ഇതിൻ്റെ ഒരു ജോണർ ഏതാന്നൊക്കെ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നിൽ നിർത്തിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഫുൾ പാക്കഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇപ്പം എന്താ പറയുക, സസ്പെൻസ് എലമെന്റ് ഉണ്ട്, പിന്നെ ത്രില്ലിംഗ് ഉണ്ട്. ഇപ്പം സാജൻ സാറ മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് ത്രില്ലിംഗ് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം പുതിയ നിയമമൊക്കെ നമ്മൾ ലാസ്റ്റ് കണ്ട സിനിമയാണ്. അപ്പം ത്രില്ലിംഗ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, എന്നാൽ ഇമോഷൻ സിറ്റുവേഷൻസ് ഉണ്ട്. ഒരാളുടെ ലൈഫിൽ വന്നേക്കാവുന്ന ചില സംഭവങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒരു പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നാം ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ എവിടേക്കോ കണ്ടതല്ലേ, എവിടേക്കോ കേട്ട് അറിഞ്ഞതല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് നടന്നതല്ലേ, നമ്മൾക്ക് നടന്നല്ലേ എന്നൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് നീയും ഞാനും. ഇതിൽ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാഷ്മി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഷറഫ്ക യാക്കൂബ് എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. സിജേട്ടൻ ഷാനു എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഹാഷ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന, മ്യൂസിക്കിൽ MA ഒക്കെ കഴിഞ്ഞിട്ട് കച്ചേരിക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ചില സിറ്റുവേഷൻസ് കൊണ്ട് അതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മ്യൂസിക്കിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അവൾ ജോലി ചെയ്യണത് ഒരു മ്യൂസിക് ഷോപ്പിൽ, ഇൻസ്ട്രുമെന്റ്സ് വിൽക്കില്ലേ, അങ്ങനെ ഒരു ഷോപ്പിലാണ്. അപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേളാണ് ഹാഷ്മി. അവളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന 2 പുരുഷന്മാരാണ് ഈ ഷാനുവും യാക്കൂബും. അപ്പോൾ ഞങ്ങൾ 3 പേരെയും ചുറ്റിപ്പറ്റിയാണ് സിനിമ പോണത്. ഞങ്ങൾ 3 പേര് മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. അവരൊക്കെ ശരിക്കും ഞങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്, ഞങ്ങൾ അറിയാതെയെങ്കിലും. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് സസ്പെൻസ് കളയുന്നില്ല. ഇപ്പൊ ആരെയാണ് ഇതിൽ ശരിക്കും പ്രണയിക്കുന്നത്? അത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ പേരിൽ തന്നെ ഉണ്ട് നീയും ഞാനും. തോന്നാം, 2 പേർക്കും എന്നോട് തോന്നാം, ഇവർ 2 പേരോടും എനിക്ക് തോന്നാതിരിക്കും. അതൊക്കെ നിങ്ങൾ സിനിമ കാണുക. കാരണം ട്രെയിലറിൽ കാണുന്ന ഒരു ലവ് അത് മാത്രമല്ല സിനിമ ഡിസ്കസ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ സിനിമ കണ്ട് നിങ്ങൾ അപ്പോൾ ആ ഒരു ഫ്രഷ് ഫീലില് അനുഭവിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞിട്ട് എന്റെ ഫ്രഷ്നെസ് കളയുന്നില്ല. അങ്ങനെ ഇപ്പൊ എന്റെ വായനത് കേൾക്കണ്ട. തട്ട ഒരു വീക്ക്നെസ് ആണ്. അതെന്താന്ന് അറിയുമോ, ഹാപ്പി വെഡിങ് ഫുക്രി ഒക്കെ കണ്ടുകൊണ്ടാണ്. എനിക്ക് തട്ടം ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തട്ടിടാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും തട്ടിട്ട് ഫോട്ടോ എടുക്കുക. താങ്ക് യു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഷ്മി അല്ലെങ്കിൽ ഫുക്രിയിലെ അലി ഫുക്രി, പിന്നെ ഷാഹിനെയൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണ് തട്ടുള്ളതുകൊണ്ട്. അപ്പൊ ആ ഒരു ഇഷ്ടമുണ്ട് എനിക്ക് തട്ടത്തിനോട്. എന്തായിരുന്നു 2019 റെസൊല്യൂഷൻ?
അയ്യോ, ഞാൻ ഇന്നേ വരെ റെസൊല്യൂഷൻസ് ഒന്നും എടുത്തിട്ടില്ല. ഒരു വർഷം തുടങ്ങുമ്പോൾ ഇപ്പം സിനിമയിലേക്ക് വന്ന ശേഷം ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഒരു വർഷം തുടങ്ങുമ്പോൾ ആദ്യം എല്ലാവരും ഇന്റർവ്യൂവിനെ വിളിച്ച് ചോദിക്കാറുള്ളത് എന്താണ് ഈ പ്രാവശ്യത്തെ റെസൊല്യൂഷൻ എന്നാണ്. അപ്പം ഞാൻ പറയാം, ഞാൻ അങ്ങനത്തെ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാറില്ല. കാരണം ഞാൻ ആ ടൈപ്പ് അല്ല. ഞാൻ അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും മാറ്റണമെന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഡയറ്റ് ചെയ്ത് മെലിയാൻ പോവാണെന്നൊക്കെ. പക്ഷെ അത് റെസൊല്യൂഷൻ എടുക്കണ്ട, എനിക്ക് തോന്നി ഞാൻ അത് ചെയ്യും. അപ്പൊ അങ്ങനെ എടുക്കാറില്ല, എനിക്കത് തോന്നാറില്ല. എന്താണെന്നറിയില്ല. ഷഹീന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും, അനു സിത്താരയുടെ കൂടെയുള്ള ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അനു ബ്യൂട്ടിഫുൾ ആവാൻ ഒന്നും വേണ്ട, അനു വെറുതെ നിന്നാ മതി, അനു ബ്യൂട്ടിഫുൾ ആണ്, അത്രയും ഇതാണ് എന്ന് പറഞ്ഞു. ആ സൗന്ദര്യത്തിന്റെ എന്തെങ്കിലും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണുണ്ടോ? ഞാനിങ്ങനെ എന്താ പറയാ, വീട്ടിലിരുന്ന് ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യും. വെയിൽ കൊണ്ടാല് ഞാനിങ്ങനെ ഈ കുക്കുംബറിന്റെ നീരൊക്കെ എടുത്ത് തേക്കാറുണ്ട്. അത് എപ്പോഴൊന്നും ചെയ്യാറില്ല, കാരണം ഞാൻ കുറച്ച് മടിച്ചിയാണ്. അപ്പോൾ കൂടെ വീട്ടിൽ മമ്മിയൊക്കെ ഉണ്ടെങ്കിൽ മമ്മിയൊക്കെ അങ്ങ് എടുത്ത് അതൊക്കെ മിക്സ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമ്പോൾ എന്താ പറയാ, ഇത് കുക്കുംബറിന്റെ ആ ഒരു നീര് അല്ലെങ്കിൽ പിന്നെ അലോവേര ജെല്ല് അതൊക്കെ എടുത്ത് തേക്കും. അത് തോന്നണം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരുന്നു, നമുക്ക് സൗന്ദര്യം ഉണ്ടാവില്ലേ? എല്ലാരും കേൾക്കണുണ്ടല്ലേ? അതന്നെ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് അത്രയ്ക്ക് സൗന്ദര്യം ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഐസൻ എന്നെ പൊക്കിയത് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല. അനു സിത്താരയുടെ ഫോട്ടോയുടെ താഴെയുള്ള കമന്റ്സ് പോയി കഴിഞ്ഞാൽ കുറെ പേര് പറയണ നല്ല നാടൻ സുന്ദരിയായി ഇരിക്കുന്നുണ്ട്, കൊള്ളാം, നല്ല രസമുണ്ട്. ചിലര് പറയണു മോഡേൺ വേർഷൻ എപ്പോഴാണ് പറഞ്ഞതെന്ന്. അങ്ങനെ ഒരു വെർഷൻ ഉണ്ടാവുമോ? എനിക്ക് ചേരുകയാണെങ്കിൽ അത് ഉണ്ടാവും. ഇപ്പൊ ഒരു സിനിമ വരികയാണ്, എനിക്ക് മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരികയാണ്, അപ്പോൾ ഞാൻ കുറച്ച് മെലിയണം, എന്തായാലും ഞാൻ കുറച്ച് മെലിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ മെലിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അത്രയും ക്യാരക്ടർ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അല്ലാതെ വെറുതെ അങ്ങനെ ചേരാത്തൊരു ക്യാരക്ടർ ഞാൻ ചെയ്യില്ല. കാരണം എല്ലാം കൊണ്ട് കോസ്റ്റ്യൂം ഒന്നും നമുക്ക് കംഫർട്ട് ആയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സീൻസ് പോലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പേടിയുണ്ട് എനിക്ക്. അപ്പോൾ അത്തരം എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സിനിമ, അങ്ങനത്തെ ഒരു സിനിമ വരികയാണെങ്കിൽ അതിന് എഫേർട്ട് എടുത്തത് ഞാൻ ചെയ്യും. ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കണ ഒരു ചോദ്യമാണ്, ഇപ്പൊ നിമിഷയുടെ കൂടെ അതിഥി രവിയുടെ കൂടെ ഒരു ഫോട്ടോ അത് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെട്ടു, വൈറലായി. എന്താണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്? ശരിക്കും ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്. ശരിക്കും അതിഥിനെ ഞാൻ ഒരു ആഡിന്റെ ഷൂട്ടിൽ വെച്ച്, കിച്ചൺ ട്രഷേഴ്സിന്റെ ആഡിന്റെ ഷൂട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അത് ഹാപ്പി വെഡിങ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നിമിഷനെ കാണുന്ന ഒരു കുപ്രസിദ്ധ പയ്യന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ. കണ്ടപാടെ ഞങ്ങൾ തോളത്തൊക്കെ കൈയിട്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി. എന്താ ഫസ്റ്റ് മീറ്റ് ചെയ്ത ഒരാളെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറെ മുമ്പ് പരിചയമുള്ള രണ്ടുപേരെ പോലെയാണ് എനിക്ക് അവർ രണ്ടുപേരും എപ്പോഴും തോന്നാറ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ മൂന്നുപേരും. അപ്പോൾ എന്താ പറയാ, അത് ഭയങ്കര രസം. ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ സിനിമ അതൊന്നും ഞങ്ങളില്ല. ഞങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങൾ, ഞങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് ഞങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യുന്നു. പിന്നെ ഫുഡ്, ഞങ്ങൾ മൂന്നുപേരും ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് ഒരേപോലത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ മൂന്നുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. വിഷ്ണുവിന്റെ ഒരു നൈസ് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു, ഒരു സാധനം. അത് ഞാനും നിമിഷയും കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഒരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എന്ന് വെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ മഴ പെയ്യും, അതായത് ആർട്ടിഫിഷ്യൽ ആണ്. അപ്പൊ ഞങ്ങൾ വെറുതെ എടുത്ത് ഫോട്ടോ എടുത്തതാണ്. അപ്പൊ അത് പോസ്റ്റ് ചെയ്തു. വിഷ്ണുവിന് അങ്ങനെ സിനിമ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഇല്ല? വിഷ്ണുവേട്ടന് അങ്ങനെ സിനിമ ഫീൽഡിലേക്ക് വരണം താല്പര്യമില്ല. വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, എന്നാലും സിനിമ ചെയ്യണം എന്നുള്ള ഇഷ്ടമില്ല. ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, എപ്പോഴും ചോദിക്കും ക്യാമറ ചെയ്യാൻ ഇഷ്ടമാണോ എന്നൊക്കെ. വിഷ്ണുവേട്ടൻ അങ്ങനെയല്ല ഇഷ്ടം. വിഷ്ണുവേട്ടന് സെൽഫായിട്ട് ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ വിഷ്ണുവേട്ടന് വേറൊരു കാര്യം വെച്ചാൽ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതിലേക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോട്ടോഗ്രാഫി ഇങ്ങനെ അതിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ സിനിമയിലേക്ക് വന്നതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വിഷ്ണുവൻ ആ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. ഇപ്പൊ കുപ്രസിദ്ധ ബയ്യനിലെ ഫോട്ടോ കമന്റ്സ് ഒരു ഇത് വന്നു, ലിപ് ലോക്ക് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് മറുപടി ഗ്യാപ്പ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നാൽ അങ്ങനത്തെ ഫിയർ ഒന്നുമില്ല ഇങ്ങനെ കട്ടക്ക് മറുപടി പറയുമ്പോ? എന്തിന്, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, എന്തിനാ പേടിക്കുന്നത്? ഇല്ല, ഞാനത് ശരിക്കും തമാശയായിട്ട് കൊടുത്തൊരു മറുപടിയാണ്. എനിക്ക് അത് വായിച്ചപ്പോഴും ഒരു തമാശയായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതായിരിക്കില്ല, ഒരു തമാശ പറഞ്ഞതായിരിക്കും. അപ്പൊ അതുപോലെ ഞാൻ തിരിച്ചൊരു തമാശ പറഞ്ഞത്, അത്രേ ഉള്ളൂ. അത് ഇത്ര റീച്ച് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ഫസ്റ്റ് നീയും ഞാനും ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു റിലീസ് ഉണ്ടാവുക ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു ടോനോ ചേട്ടൻ തന്നെ സിനിമയാണ്. സലീം മുഹമ്മദ് സാറാണ് ഡയറക്ടർ. അപ്പോൾ അത് എനിക്കൊന്ന് ചിലപ്പോൾ കുറച്ച് വൈകാൻ ചാൻസ് ഉണ്ട്, കാരണം ഒരുപാട് പിന്നെ അവാർഡ്സിനൊക്കെ കൊടുത്തിട്ട് ആ സിനിമയുടെ റിലീസ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഷൂട്ടിന് മാർച്ചിലാണ്, പക്ഷെ അത് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കത് പറയാൻ പറ്റുള്ളൂ. പേരാണോ ടോവിനോയുടെ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.